നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരു സെറ്റിങ്സ്, അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് ചെറിയൊരു ഫീച്ചർ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സ് ആണ്. നിങ്ങൾക്ക് വളരെ സേഫായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഫീച്ചറാണ്. എന്താണ് നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാം, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് മൊബൈൽ ഫോണിൽ ഇവിടെ ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബാർ കാണും. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്യാനുള്ള ബാർ കാണുന്നില്ലെങ്കിൽ ഈ ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇതിൽ വിഡ്ജറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓരോ മൊബൈൽ ഫോണിനും വ്യത്യസ്തമായിരിക്കും. വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ തിരഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ആ സെർച്ച് ബാർ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഗൂഗിളിൻ്റെ സെർച്ച് ബാർ ഇതാ ഇവിടെ കാണാനുണ്ട്. ഇതിൽ ഈ രണ്ടാമത് കാണുന്ന സെർച്ച് ബാർ ഇതുപോലെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ സെർച്ച് ബാർ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഷ്ടപ്പെടേണ്ട, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനകത്തുള്ള ഫീച്ചർ എന്താണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ സെർച്ച് ബാറിൽ നിങ്ങൾക്കിവിടെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ 4 ഓപ്ഷനിൽ ഒന്നാമത്തെ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ഗെയിം കളിക്കാനുള്ളൊരു ഫീച്ചറാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഇവിടെ നമ്മൾ ഇൻ്റർനെറ്റൊക്കെ ഓഫ് ചെയ്ത്, ഇപ്പോൾ ഞാനിവിടെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ആദ്യത്തിൽ കാണുന്ന ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഗെയിം കളിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഗെയിമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ വരുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വലിയ സ്കോറുകളൊക്കെ നേടാൻ സാധിക്കും. രണ്ടാമത്തെ ഫീച്ചർ എല്ലാവർക്കും അറിയുന്നതാണ് ഗൂഗിൾ ലെൻസ് ആണ്. ഗൂഗിൾ നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളൊരു മെസ്സേജ് അതിനകത്തുള്ള ടെക്സ്റ്റ് മെസ്സേജ് കോപ്പി ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒക്കെ നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്ന മൂന്നാമത്തെ ഫീച്ചറാണ്. ഈ മൂന്നാമത്തെ ഫീച്ചറിൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ക്യാപ്പ് ഐക്കണിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് ഓപ്പണായി വരിക. മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ സെർച്ച് യുവർ ടൈപ്പ് URL എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഗൂഗിളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൻ്റെ ഹിസ്റ്ററിയിൽ അത് സേവ് ആകില്ല. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ സെർച്ച് ചെയ്യുമ്പം സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റ് പലപ്പോഴും ആരെങ്കിലും നമ്മുടെ സെർച്ച് ഹിസ്റ്ററി തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നുണ്ട് എന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത് ഇത്തരത്തിൽ സേവ് ചെയ്ത് വെക്കില്ല എന്നതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഫീച്ചർ അത്യാവശ്യ ഘട്ടത്തിൽ ആരും കാണരുതെന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഡാറ്റകൾ ഒരിക്കലും സേവ് ചെയ്യപ്പെടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.